ചെൽസി യൂട്യൂബ് ചാനൽ എവ്രിവൺ. ഇന്ന് നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. ഓൺലൈൻ പിന്നെ ചെൽസി ഫാൻസുമായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ CFK TVയിൽ തന്നെ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബാലു ആണ്, ബാലഗോപാൽ. ബാലു ബാലു ഖത്തറിൽ നിന്നാണ്, ഞാനിവിടെ ദുബായിൽ നിന്നും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 ടോപ്പിക്സ് ആണ്. നമുക്ക് അറിയാൻ നമ്മുടെ സ്പേഴ്സ് ഗെയിമാണ് നെക്സ്റ്റ് സൺഡേ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർവിച്ച് എന്താ പറയാ മക്കാബി ടെൽ ഗെയിം തൊട്ട് നമുക്ക് തുടങ്ങാം. അതാവുമ്പോ നമുക്കൊരു ബിൽഡപ്പ് വഴി പോകാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെ വെച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോർവിച്ച് ഗെയിം ഉണ്ട്. നമ്മൾ കുറച്ചെന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് 3 വളരെ എന്താ പറയാ തീരെ പോസിറ്റീവ് അല്ലാത്ത റിസൾട്ടുള്ള 3 കളികളായിരുന്നു അതിന് തൊട്ട് മുമ്പ് കണ്ടത്. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റോക്ക് മാച്ചിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാ പ്ലേസും കളിച്ചെങ്കിലും എല്ലാം ഫുൾ എഫേർട്ട് എടുത്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. എന്നിട്ടും ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ടായില്ല. ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ടൈംസ് ആയിരുന്നു. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ പോലെ ചെൽസി ഫാൻസ് ആയ ഒരാൾക്കും അഭിമാനത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ആയിരുന്നു. അതാണ് സത്യം. എന്നാലും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസിനെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടഫ് പീരീഡിൽ മൊറീനിയോനെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരും അപ്രീസിയേഷൻ അറിയിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്കറിയാം മുമ്പത്തെ കാലമായിരുന്നു ആയിരുന്നുവെങ്കിൽ ഇപ്പോഴേ ആ കോച്ച് പോയി കഴിഞ്ഞു. നമ്മുടെ മാനേജർ ആരാണോ എപ്പോ ചോദിച്ചാൽ മതി, അതാണ് അവസ്ഥ. പക്ഷെ മൊറീനിയോ ആയ കാരണം മൊറീനിയോന് ഫാൻസിനോടുള്ള ഒരു അടുപ്പമുള്ള കാരണം മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. ഈ ഒരു സ്റ്റേജിൽ ഫാൻസിന്റെ സപ്പോർട്ടാണ് ഇമ്പോർട്ടന്റ്. അതുണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോയാണ്. ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഈ തവണ നമ്മുടെ ബോർഡ് എടുത്ത തീരുമാനം പിന്നെ മൊറീനിയോയുമായിട്ട് സ്റ്റിക്ക് ചെയ്യാം, ഫാൻസിന്റെ അവകാശം അല്ല അവരെന്താണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡും തീരുമാനിക്കുന്നത് ഒരു നല്ല പോസിറ്റീവ് സൈനാണ് അത്. കാരണം അത് എനിക്ക് തോന്നുന്നു ഒരു ലോങ്കവിറ്റി കണ്ടിട്ടുള്ളൊരു തീരുമാനം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മള് നമ്മളെല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഇല്ലാത്തൊരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബോർഡിന് സ്റ്റെബിലിറ്റിയോടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ഇതിൽ നിന്ന് എടുക്കാനുള്ളത്. കാരണം നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഷംസീർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കുറെ മിസ്റ്റേക്സ് അബ്രമോവിച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് തിരുത്താൻ ഫൈനൽ പുള്ളിക്കാരൻ ഡിസൈഡ് ചെയ്തിട്ടാണ് ജോസെ മൊറീനിയോനെ തിരിച്ചു കൊണ്ടുവന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കാരണം തന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പോയിന്റിൽ നമ്മൾ മൊറീനിയോനെ റിപ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ ഒരു കാലിബറിൽ ഒരു കോച്ചിനെ കിട്ടാൻ നോ ചാൻസ്. വേറെ ആരെ കൊണ്ടുവന്നാലും ആ ഒരു സ്റ്റെബിലിറ്റിക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം പോളിസി മനസ്സിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും എഫക്റ്റീവായ വേറൊരു കോച്ചിനെ കിട്ടാൻ എനിക്ക് തോന്നുന്നില്ലേ. ബ്രോക്ക് എന്താ തോന്നുന്നത്? അല്ല, അത് ശരിയാണ്. ജോസെ മൊറീനിയോ ചെൽസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ ആണ്. ഇനി അതിനൊരു വേറൊരാളെ പറ്റി ചിന്തിക്കാനോ വേറൊരു കോച്ചിനെ പറ്റി ചിന്തിക്കാനോ എനിക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരിക്കലും സാധ്യമല്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ ക്ലബ്ബാണ് ഏറ്റവും വലുത്, ക്ലബ്ബിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജോസെ മൊറീനിയോ പോകുമെന്നോ ഇനി ജോസെ മൊറീനിയോ സാക്ക് ചെയ്യുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം സാക്ക് ചെയ്യണമായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി സാക്ക് ചെയ്യേണ്ടതായിരുന്നു. കാരണം മീഡിയ പറയുന്നത് ഒരു 20 മില്യൺ 30 മില്യൺ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് സാക്ക് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റെബിലിറ്റി റോമന്റെ മിസ്റ്റർ എ എന്നാണ്. ഇപ്പൊ ഇന്നൊരു ആളുകൾ വായിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അബ്രാമോവിച്ചിന് മിസ്റ്റർ എ എന്ന് വിളിക്കുന്നതാണ് ഇത്ര താല്പര്യം. കിങ് റോമൻ എന്ന് വിളിക്കുന്ന മിസ്റ്റർ എ. അപ്പൊ ഈ മിസ്റ്റർ എ തീരുമാനം എടുത്തിരിക്കുന്നത് ജോസെയാണ് റൈറ്റ് മാൻ ഫോർ ചെൽസി. അപ്പൊ എനിക്ക് തോന്നുന്നില്ല, അപ്പൊ ആ ഡിസ്കഷന്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജോസെ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ജോസെ മൊറീനിയോന്റെ പ്രസ് കോൺഫറൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എന്ത് തോന്നുന്നു ബാലുവിന്? ഫസ്റ്റ് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോസെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് ആണ് ഇവിടെ നിന്ന് നോക്കാനുള്ളത്. നമ്മളിനി കളിക്കുന്ന ഓരോ കളികളും നമ്മൾ ടൈറ്റിലിനെ ചാലഞ്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അതുപോലെ കളിക്കുന്നതാണ് ജോസെ പറഞ്ഞത്. അതിട്ടാണ്. പിന്നെ ജോസെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫേഴ്സിനെ പറ്റിയിട്ട് മീഡിയ ചോദിക്കുന്നുണ്ടായി ജോസയുടെ അടുത്ത് അങ്ങോട്ട്. ജോസെ ഫസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിലും ഞാൻ ബോർഡിനോട് ഒരിക്കലും ആവശ്യപ്പെടില്ല എന്നാണ് മൊറീനിയോ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ സൈൻ ചെയ്യാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. We definitely have a plan, we definitely have a list. അതാണ് എനിക്ക് തോന്നുന്നത്. 1-2 പ്ലേയേഴ്സിനെ മൂപ്പര് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ സ്കൗട്ട് ചെയ്യുന്നുണ്ട്. അതാരെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. ഈവൻ ഈ ഹാരി കെയിനും പിന്നെ ബാഡി റൂമേഴ്സിലൊന്നും
ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല ആ സംഭവം. കാര്യം ഞാനൊരിക്കലും ആ റൂമേഴ്സ് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും ആ രണ്ടെണ്ണം ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നില്ല. സെൻസിബിൾ മൂവിലുപരി ഡാനിയൽ ലെവി ഒരു പ്ലെയറിനെ ചെൽസിയിലോട്ട് കൊടുക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ലെവി ഇപ്പൊ വേറെ എന്ത് പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോഡ്രിച്ചിന്റെ സാഗ എടുക്കുക. നമ്മള് ഇൻഫാക്ട് മെട്രിനേക്കാളും കൂടുതൽ ബിഡ് ചെയ്ത ആൾക്കാരാ. എന്നിട്ട് നമ്മളെ എന്താ പറയാ റിജക്ട് ചെയ്തിട്ട് ഫോർ ലെസർ പ്രൈസ് മോഡ്രിച്ചിനെ വിട്ടുകൊടുക്കും. വേറെ കാര്യം, പിന്നെ ഈ 2 വിൻസ് ഇപ്പൊ കിട്ടിയല്ലോ, നോവിച്ചിനായിട്ടും ടെലവീവിനായിട്ടുള്ളത്. ഇപ്പൊ അവർ ചോദിച്ച ഹാവ് ചെൽസി ടേൺഡ് കോർണർ എന്നാണ് ചോദിക്കുന്നത്. തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? എന്താണ് ബാലുവിന് തോന്നുന്നത്? നോ, ഡെഫിനറ്റ്ലി നോട്ട്. കാരണം ഇപ്പൊ നമുക്കത് പറയാറായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് ഒരു 60-70 ആ ഒരു പെർസെന്റേജ് ആ ഒരു ലെവലിലാണ് നിൽക്കണേ. ഒരു ഓൾമോസ്റ്റ് ഓൾ പ്ലേയേഴ്സിന്റെ അവിടെ ആ ഒരു പോയിന്റില് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിന്നിംഗ് മെന്റാലിറ്റിയുടെ ഒരു പോയിന്റില് പ്ലേയേഴ്സ് എത്തി ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസസ് ആണ്. അത് എനിക്ക് പറയാൻ ഏറ്റവും ആദ്യം ഞാൻ പറയുന്ന പേര് ഡിയേഗോ കോസ്റ്റ. കാരണം കഴിഞ്ഞ സീസൺ കോസ്റ്റ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ചെൽസിയുടെ കളിച്ചിട്ടുള്ള എല്ലാ മാച്ചസിലും. ഫാന്റാസ്റ്റിക് സ്കോറിംഗ് റെക്കോർഡ്, ഒരുവിധം എല്ലാ മാച്ചസിലും ഗോൾസ്, ആ ഒരു സ്കോറിംഗ് റേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ കോസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് പൊസിഷനിങ് ആണ്. പുള്ളിക്കാരൻ സത്യം പറഞ്ഞ ഇത് പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഒരു സ്ട്രൈക്കറിന്റെ ഏറ്റവും വലിയ ഇത് കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ടോറസ് സാഗയിലൊക്കെ കണ്ടതാണ് ഈ സംഭവങ്ങൾ. ഈ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കർക്ക് അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ കോസ്റ്റ മാത്രമല്ല, ആ ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആണ്. ഈ സമ്മറിൽ തിരിച്ചു വന്നിട്ട് ആൾ ഇപ്പോഴും ഫിറ്റ് ആയിട്ടില്ല, പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും ആള് വന്ന സ്ഥിതിയും ഇപ്പോഴത്തെ ഫിസിക്കൽ സ്റ്റാറ്റസും നോക്കി ആള് നന്നായിട്ട് ഗെയിൻ ചെയ്തിരിക്കുന്ന വെയിറ്റ്. ഇതിൽ എസ്പെഷ്യലി നെക്സ്റ്റ് പറഞ്ഞത് സ്പേഴ്സിന്റെ മാച്ചാണ്. എസ്പെഷ്യലി എന്തായാലും ആ മാച്ചിൽ എന്തായാലും കോസ്റ്റ ഷോ ഓഫ് ചെയ്ത പറ്റൂ, ഡിസപ്പിയർ ചെയ്യാൻ. വേറൊരു കാര്യം എനിക്ക് കോസ്റ്റനെ കുറിച്ച് പറയാനുള്ളത്, ആ നോർവിച്ചിനെതിരായിട്ടുള്ള കളിയില് അങ്ങനെ അടിച്ച ഗോൾ ഉണ്ടല്ലോ, അത് ആ ഗോൾ അടിച്ചത് കണ്ടു കഴിഞ്ഞാൽ ആള് തീരെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയില്ല. അതാണ് അതൊരു ഷെയ്ഡ്സ് ഓഫ് കോസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിമില് ത്രൂ ഔട്ട് പൊസിഷനിങ്ങും ഒന്നും കറക്റ്റ് ആവാണ്ട് പോയിട്ട് പെട്ടെന്ന് നടന്നു ആ കോസ്റ്റയുടെ പണ്ടൊരു എന്താ പറയാ കോൺഫിഡൻസ് തിരിച്ചു വന്ന പോലെ ആയിരുന്നു ആ ഫിനിഷ് എസ്പെഷ്യലി. അത് ഭയങ്കര ഫിനിഷ്, വളരെ ഈസി ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രൈക്കറുടെ ഫിഷേ ആയിരുന്നില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് റെഡ് ഫോർ ഫോമിൽ കളിക്കുന്ന സ്ട്രൈക്കറുടെ ഫിനിഷ് ആയിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഹി ക്യാൻ ഡു ഇറ്റ്. ചെയ്യാൻ പറ്റാത്തതല്ല, ഹി ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ മൊറീനിയോ ഇന്ന് പ്രസ് കോൺഫറൻസിലും പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. നമുക്ക് ഫോർത്തിനെ പറ്റിയിട്ടും എന്താ പറയാ അതിന് മോളോട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടും ടോപ്പ് ഹാഫിൽ എത്തിയിട്ടും കൂടുതൽ സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. വേറെ കാര്യം, JT കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. JT ഞാൻ പറയാന്ന് വെച്ചാൽ നാളത്തെ കളിയിൽ ശരിക്കും സൺഡേയിലത്തെ കളിയിൽ ശരിക്കും ഇൻഫ്ലുവൻഷ്യൽ ആവാൻ പോണത് ജോൺ ടെറി ആയിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ കളിക്കോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ കൺസേൺ ജോസെ കളിക്കില്ല എന്ന് പറഞ്ഞില്ല. അതാണ് അത് ഞാൻ പറഞ്ഞു. ജോസയുടെ മൈൻഡ് ഗെയിംസ് ആണ്. മൈൻഡ് ഗെയിംസ് വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്പേഴ്സിന് ടൈറ്റിലിന് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അത് പക്കാ മൈൻഡ് ഗെയിമാണ്, വേറെ ഒന്നുമല്ല. അവരെ മേത്ത് പ്രഷർ ഇടാൻ വേണ്ടി മാത്രമാണ്. അത് കേട്ടപ്പോ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷെ ബാലു, അത് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. സ്പേഴ്സ് എനിക്ക് തോന്നുന്നു വളരെ വളരെ ഒരു കോമ്പറ്റീറ്റീവ് ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. They are playing really good football this season. അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഫിക്സറിൽ യുണൈറ്റഡിന്റെ കൂടെ ഓൺ ഗോളിൽ വന്നൊരു തോൽവി മാത്രമാണ് അവരുടെ ഈ സീസണിലത്തെ തോൽവി. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സീസണിലത്തെ ഏറ്റവും ടഫസ്റ്റ് മാച്ച് ആയിരിക്കും സൺഡേ വൈറ്റ് ലൈനിൽ നടക്കാൻ പോകുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ പ്ലേയേഴ്സ് ഫുൾ കോൺഫിഡൻസിലല്ല ഗെയിമിലേക്ക് ചെല്ലുന്നതെങ്കിൽ സീസണിൽ റിപ്പീറ്റ് കാണാൻ പക്ഷെ വേറെ കാര്യമുണ്ട് ബാലു, നമ്മുടെ അതാണ് അതിലത്തെ കാര്യം. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി വെച്ച് ശരിക്കും സ്പേഴ്സിനെ ഹിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ തോൽവി തുടങ്ങിയത് 5-3 ജാൻ ഫസ്റ്റിനാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റിയൊരു പ്ലേസും വൈകാറിലേയും തന്നെ എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു മാച്ച് നമ്മൾ ജയിച്ചെങ്കിൽ അത് ആ ഹോൾ ടീമിനെ കൊടുക്കുന്ന കോൺഫിഡൻസ്. ഈ മാച്ച് ഒരു തമ്പിങ് വിൻ ആയി കഴിഞ്ഞാൽ, ഈവൻ ഒരു നാരോ വിൻ ആയി കഴിഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാൽ പാരമൗണ്ട്. പിന്നെന്താ, പിന്നെ വേറൊരു കാര്യം, സ്പേഴ്സിന്റെ ടൈറ്റിൽ ചാലഞ്ചിനെ പറ്റി പറയുമ്പോ നമ്മുടെ പൊച്ചറ്റീനോന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ സ്പേഴ്സ് ടീമില്. ഒരു
ഒരു പാരമൗണ്ട് ഇൻഫ്ലുവൻസ് ആണ് ഹംഗേറിയുടെ. കാരണം ഒരു അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത കുറെ പ്ലേയേഴ്സിനെ അയാള് പിന്നെ സമ്മറിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, യങ് പ്ലേയേഴ്സ് ഡെലി അലി. ഈ ഡെലി അലി നാളെ കളിക്കുന്നില്ല എന്നുള്ള മറ്റൊന്നും കളിക്കുന്നില്ല എന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം അത്രയും ഭയങ്കര ഫോമിൽ കളിക്കുന്ന ആളാണ്. ആ സമയത്ത് അങ്ങനെ ഇല്ലാത്തത് നല്ലതാണ്. പക്ഷെ അപ്പോഴും ഡെംബയും ആരായിരിക്കും മിഡിൽ എന്നുള്ളതാണ്. ഡെംബേലെ ആയിരിക്കും, ഡയർ ആയിരിക്കോ, ആ പേരായിരിക്കും. എനിക്ക് തോന്നുന്നു മേസൺ ഒന്നുകൂടെ നമ്മുടെ ഫോർവേഡ് ആയിട്ട് കളിക്കുമെന്ന് എനിക്ക് നമ്പർ 10 കളിച്ചിട്ട് കളിക്കേണ്ടതാണ്. മേസൺ കുറച്ചുകൂടി പ്രൊസീഡ് ചെയ്യണം, എസ്പെഷ്യലി ഈ ഒരു മാച്ചിൽ അപ്പൊ മേസൺ ഇത്തിരി കൂടി അഡ്വാൻസ് ചെയ്ത് കളിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. പ്രിവ്യൂവിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ നിനക്ക് എന്ത് തോന്നുന്നു, സ്പേഴ്സ് എങ്ങനെ ലൈനപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്പേഴ്സിന്റെ ലൈനപ്പ് പ്രോപ്പർ ലൈനപ്പ് വേണ്ട, എങ്ങനെയായിരിക്കും അവർ നമ്മളെ നേരിടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്? സ്പേഴ്സ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പ്രസിംഗ് ഗെയിം ആയിരിക്കും അവരുടെ. കാരണം they know that we are not confident, we are not 100% confident. അപ്പൊ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ പ്രസിംഗ്. ലിവർപൂൾ അത് ചെയ്തു, അവർ സക്സസ്ഫുൾ ആയി. പക്ഷേ ബാലു, ലിവർപൂളിന്റെ ടൈപ്പ് ഗഗൻ പ്രസിംഗ് ടൈപ്പ് അല്ല പൊച്ചറ്റീനോയുടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ പ്രസ് ചെയ്തു, അവർ സക്സസ്ഫുൾ ആയി. ഇവര് പ്രസ് ചെയ്യാൻ തന്നെ നോക്കുള്ളൂ. ഈവൻ ഇഫ് ദാറ്റ് ഇസ് എ ഡിഫറന്റ് വേ, അവരെന്തായാലും പ്രസ് ചെയ്യാനുള്ള കാര്യം ഷുവറാണ്. പക്ഷെ സ്പേഴ്സിനെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നത് ലിവർപൂൾ ത്രൂ ഔട്ട് പ്രസിംഗ് ആണ്. അതായത് ഈവൻ അവരുടെ ഒരു മിഡ് ടെമ്പോ പ്രസിംഗ് എന്ന് പറയും. അതായത് ഒരു അത്ര വലിയ ഹൈ ടെമ്പോയിലല്ല അവർ പ്രസ് ചെയ്യുക. ഈ സ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസിൽ വെച്ചിട്ട് തന്നെ അവർ പ്രസ് ചെയ്ത് തുടങ്ങും. അപ്പോ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിഡ്ഫീൽഡിൽ കുറെ സ്പേസ് കിട്ടും. എനിക്ക് അതാ തോന്നുന്നത്. അപ്പോ പെട്ടെന്ന് ബോള് പിന്നെ സൂമ ആയാലും കഹയിലായാലും ടെറി ആയാലും ബോൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇവിടെയാണ് ടെറി കളിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പ്രശ്നം. സൂമ കോൺഫിഡന്റ് അല്ല. പുള്ളിക്കാരൻ പലപ്പോഴും എന്താ പറയാ മിസ്റ്റേക്സ് ഉണ്ടാക്കി ഭയങ്കര ടെൻഡൻസി ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നില്ല, ഞാൻ പ്രീവിയസ് മാച്ച് ഒക്കെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ബോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പ്രസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊരു പേപ്പറാവും. ആള് ബോൾ പ്ലെയർ അല്ല, ബോൾ പ്ലേയിങ് ഡിഫൻഡർ അല്ല. ആളൊരു ടോപ്പ് ഡിഫൻഡർ ആണ്. നല്ല ടാക്ലിങ്ങും എല്ലാം, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ടാക്ലിംഗ് ഉണ്ട്, നല്ല ക്ലിയറൻസ് ഉണ്ട്. പക്ഷെ ആളെ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഈ പാസിംഗ് റേഞ്ച് ഇല്ല ആൾക്ക്. അത് ഇല്ല. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ പയ്യനാണ്. തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആ ഒരു കാര്യത്തിൽ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാരി കെയ്ൻ സൂമ ആ ഒരു ബാറ്റിൽ സൂമയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഹാരിക്കിനെ ഏകിലും സൂമൻ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് എടുത്തിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊസിഷനിൽ സൂമ കോൺഫിഡന്റ് ആയി പറ്റും. അല്ലാതെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതുമാണ്. ആ ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിച്ച് ഫോർവേഡ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഈ ഒരു കളിയിൽ മാറ്റിച്ച് ഷുഡ് സ്റ്റേ ബാക്ക്. വേറെ ഡിഫൻസീവ് ഡ്യൂട്ടീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മാച്ചിൽ എസ്പെഷ്യലി എനിക്ക് അതാണ് നല്ലത് തോന്നുന്നത്. റാമീറസ് ഫിറ്റ് ആവും എന്നുള്ളത് ഷുവർ അല്ല എന്നാണ് ജോസ് ഇന്നത്തെ കോൺഫറൻസിൽ പറഞ്ഞത്. അത് കാരണം ഫാബ്രിയാസ് തന്നെ ആവാനാണ് ചാൻസ്. പക്ഷെ ഈ ഒരു കളിയിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫാബ്രിയാസിനെ നമ്പർ 10 ആയിട്ട് കളിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെഡ്രോ ഇസ് നോട്ട് 100% കോൺഫിഡന്റ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഫാബ്രിയാസ് തന്നെ ആവണമായിരുന്നു ആ ഫ്രണ്ട് 3 കളിക്കേണ്ടിയിരുന്നത്. ഓസ്കറിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്കറിന്റെ ഇൻകൺസിസ്റ്റൻസി വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ നാളെ എന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ടീം പറയുന്ന ആളല്ല. എന്റെ ടീം ഞാൻ ആഗ്രഹിക്കുന്നത് മാറ്റിച്ചിന്റെ പേര് സെസ്ക് ആയിരിക്കും. നമ്പർ 10 ഓസ്കാർ കളിക്കും. വില്യൻ വൈഡ്, റൈറ്റ് വൈഡ്, പിന്നെ റൈറ്റ് വിങ്ങിൽ വില്യൻ, ലെഫ്റ്റ് വിങ്ങിൽ ഹസാർഡ്, കോസ്റ്റർ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നീ പറഞ്ഞ പോലെ തന്നെ റമീറസ് ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിച്ചും റമീറസും പെയർ ചെയ്ത് തന്നെ. പക്ഷെ ഇപ്പൊ റമീറസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ മാറ്റിച്ചും സെസ്കിനുള്ള അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് അതിനെ പോട്ടെ. പക്ഷെ ഞാൻ മാറ്റിനെ നീ പറഞ്ഞ പോലെ ഒന്നുകൂടെ പുറകിൽ ഡിഫൻസിനൊരു ഷീൽഡായിട്ട് നിർത്തും. അറ്റാക്ക് ചെയ്യാൻ പറയില്ല. എറിക്സനെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മാജിക് ഉണ്ടാവും. മാറ്റിച്ചിനൊന്നും പിന്നെ ഒരുപാട് സ്പേസും ടൈമും കൊടുക്കാതെ നോക്കലായിരിക്കും നമ്മുടെ നാളത്തെ ഏറ്റവും വലിയ ഒരു ടാക്ടിക് എന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ വേറെ സംഭവം അവരുടെ വോൾക്കറും പിന്നെ റോസയും ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. അവരെ വിങ് ബാക്സ് അവര് കൂടുതലും അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. കാരണം അവരുടെ ഹോം ഗെയിമാണ്. അപ്പോ ഹസാർഡിനും വില്യനും ആ 2 സ്പേസ് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ
എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കറും എന്താ പറയാ ഡാനി റോസും ഒരുപാട് സ്പേസ് നമുക്ക് തരാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു ഗെയിമിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അറ്റാക്ക് ചെയ്യാനേ നോക്കുള്ളൂ. അവരൊരിക്കലും ഒരു എന്താ പറയാ ഡിഫെൻസീവായിട്ട് അവർ കളിക്കാൻ ഒരിക്കലും കളിയിൽ നോക്കില്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കാരണം. അപ്പൊ ആ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ അവർ ഫുൾ ഓൺ അറ്റാക്ക് ആയിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. അവർ ഹസാർഡ് നമുക്കറിയാം ഇപ്പൊ പതുക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഹസാർഡ് ഫുൾ ഓൺ കോൺഫിഡൻസോടെ കൂടി ഈ കളി കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ക്വിക്ക് കൗണ്ടേഴ്സ് ആയിരിക്കും നമ്മുടെ മെയിൻ എയിം എന്ന് എനിക്ക് തോന്നുന്നു. മെയിൻ സംശയമില്ലാത്ത കാര്യമാണ്. എക്സ്പ്ലോർ ചെയ്യാൻ എന്തായാലും സ്പേസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഗിവൺ ആണ്. ഈ വെർട്ടോങ്കൻ ആൽബറേൽഡ് കോമ്പിനേഷൻ രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ്, അത് വേറെ കാര്യം. ഡെഡ്ലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കോസ്റ്റ് ഒക്കെ ഈ ഗെയിമിൽ ഡിസപ്പിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിസപ്പിയർ ചെയ്യും നമ്മൾ ശരിക്കും വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹസാർഡ് ആണെങ്കിലും വില്യാണെങ്കിലും റൺസ് മേക്ക് ചെയ്തോണ്ട് മാത്രം കാര്യം. നോർവിച്ച് ഗെയിമിന്റെ കൂടെ സ്പെഷ്യലി എത്ര സ്പേസ് എന്താ പറയാ ഹസാർഡ് ആൻഡ് വില്യൻ ടൈം ആഫ്റ്റർ ടൈം സ്പേസ് കണ്ടുപിടിച്ച് ബോൾ പാസ് ചെയ്യും. അവിടെ ബോക്സിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ഫാബ്രിക്കേഴ്സ് ആണ്. കോസ്റ്റയുടെ പൊസിഷനിങ് ആക്കും. അതിനെപ്പറ്റി പറയാതിരിക്കണം പേരും. അപ്പൊ ആ ഒരു കാര്യം ഈ ഗെയിമിൽ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടും. കാരണം കോസ്റ്റ ഈവൻ മക്കാബിനേറ്റൽ കളിയില് ഓസ്കാർ അടിച്ച ഹെഡർ ഇല്ലേ, അവിടെ വേണ്ടത് ആരാ ശരി? ഡിയേഗോ കോസ്റ്റ. എന്താണ് സംശയം? അതാണ് നേരത്തെ പറഞ്ഞ ഫാബ്രിയാസ് വന്ന സ്ഥലത്ത് കോസ്റ്റയുണ്ട്. അതുപോലെ ഇതേ സ്ഥലത്ത് ഓസ്കാർ വന്നതിന് പകരം വേണ്ടിയിരുന്നത് കോസ്റ്റയാണ്. പിന്നെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോറിയോനെ നമുക്കറിയാം ഇതുപോലത്തെ ബിഗ് ഗെയിംസിൽ ബിഗ് ഒക്കേഷൻസിൽ ഒരു ഹോട്ട് ടാക്ടിക് പുള്ളിക്കാരൻ ലാസ്റ്റ് മിനിറ്റിൽ ഫുൾ ഓഫ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഹോട്ട് ടാക്ടിക്സ് ഞാൻ ഈ ഗെയിമിൽ മൊറീനിയോ എടുത്ത് കണ്ടാലും ഞാൻ സർപ്രൈസ് ആവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സർപ്രൈസ് ദി അപ്പോണൻസ്, വേറെ ഒന്നിനുമല്ല, ടു സർപ്രൈസ് ദി അപ്പോണൻസ്. അതിനുവേണ്ടി മാത്രം. അല്ലാത്ത ആ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് സെസർ തന്നെ ആയിരിക്കും. ആയിരിക്കണം. കാരണം ഡിഫെൻസീവ്ലി വി ഹാവ് ടു ബി സോളിഡ്. കാരണം അവരുടെ കയ്യിൽ നല്ല അറ്റാക്കേഴ്സ് ഉണ്ട്. നമ്മുടെ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. നോർവിച്ചിന്റെ കൂടെ കാനഡീനെ സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ. പക്ഷേ നോർവിച്ചിന്റെ അറ്റാക്കിംഗ് ത്രെറ്റ്സ് എത്രയെന്നുള്ളത് നമുക്കറിയാം. അത് കാരണം കാനഡീനെ സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അവർ സ്പേഴ്സ് അങ്ങനെയല്ല. അവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കും. നോർവിച്ചിന്റെ പോലത്തെ ആയിരിക്കില്ല അവർ അറ്റാക്ക്. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ ദ കൺട്രി ആയിരുന്നു. അപ്പോൾ ബെസ്റ്റ് ടീമാണ്. ഞാൻ പറയുമ്പോ മാറ്റിച്ച് നല്ലൊരു ഫോമിൽ തിരിച്ചു വരാണ്. ഞാൻ സെസ്ക് ഒരിക്കലും ഫോം ഔട്ട് ആയിരുന്നു വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെസ്ക് ഫോം ഔട്ട് ആയിന്ന് നമുക്ക് തോന്നണത് കോസ്റ്റ ഫോം ഔട്ട് ആയ കാരണമാണ്. വ്യക്തമായിട്ടും. കാരണം ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാൻ ആളില്ലെങ്കിൽ സെസ്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം പ്രൊവൈഡ് ഫോർ ദ സ്ട്രൈക്കർ ഓൺ സോങ്ങിൽ അല്ലെങ്കിൽ സെസ്ക് ഈസ് യൂസ്ലെസ് ആക്ച്വലി. അതാണ് സത്യം. സെസ്ക് എല്ലാ ക്വാളിറ്റി ഉണ്ട്. സെസ്കിന് എപ്പോ വേണമെങ്കിലും സെസ്കിന് വേണ്ട പോലെ കളിക്കാൻ പറ്റാവുന്നതാണ്. സ്ട്രൈക്കറിനെ ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ട്രൈക്കർ ഓൺ ഫോം ആവണം എന്നൊരു കാര്യം മാത്രമേ അതിൽ. ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ് സെസ്കിനെ പറ്റിയിട്ടുള്ളത്. സെസ്കിന്റെ ഫോം നീ പറഞ്ഞ പോലെ ഡിപ്പെൻഡന്റ് ഓൺ 2 players ആണ്. അതായത് ഒന്ന് കോസ്റ്റ അല്ലെങ്കിൽ ഹൂവർ ആസ് പ്ലേയിങ് നമ്പർ 9, പിന്നെ മാറ്റിച്ച്. ഈ രണ്ടുപേരും ഫോമിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. പലരും ഒരു ടോപ്പിക് ഒരു ആർഗ്യുമെന്റ് ബേസിൽ പറയുന്നത് സെസ്ക് പിന്നെ ടാക്ലിംഗ് ചെയ്യുന്നില്ല. സെസ്ക് പണ്ടും ഡിഫെൻഡിങ് ചെയ്തിട്ടില്ല. ഡിഫെൻസീവ് സൈഡിലേക്ക് സെസ്കിനെ ആലോചിക്കുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ്. ഈവൻ കഴിഞ്ഞ മിഡ്ഫീൽഡിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സെസ്ക്. അതുപോലെ ഒരു ഡാസ്ലിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ 9 അങ്ങനത്തെ ബോൾസ് കൊടുത്ത് ആംഗിൾസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പാസുകൾ കൊടുക്കുന്ന ഒരാളാണ് സെസ്ക് അത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം റൺസ് നടക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല മാറ്റിച്ച് അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ അദ്ദേഹം ഒരു പ്രത്യേകതരം സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോ മാറ്റിച്ച് കമ്മിങ് ബാക്ക് ടു ഹിസ് ഓൾഡ് സെൽഫ്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ കോസ്റ്റ ഇപ്പോഴും ഫോമിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനത്തെ ഗെയിംസ് വരുമ്പോൾ കോസ്റ്റ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഓൾഡ് സെൽഫോട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഒരു ബിഗ് ഗെയിമിൽ ഷോ അപ്പ് ചെയ്ത് അദ്ദേഹം, കാരണം ഈവൻ ആർസണലിനെതിരെ നമ്മൾ ജയിക്കാനുള്ള പ്രധാന കത്തിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യം വേണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ കാര്യം ഒരു ബാലൻസ്. കോസ്റ്റയുടെ ബിഹേവിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരു ബിഹേവിയർ ആണ്. പുള്ളിക്കാരൻ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള രീതികളും എല്ലാം അതുപോലെ ആ ഒരു ബ്രസീലിലെ സ്ട്രീറ്റ്സ് കൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ അതില്ലെങ്കിൽ ഡിയേഗോ കോസ്റ്റ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഇല്ല. അപ്പോ അഗ്രസീവ്നെസ് വേണം, പക്ഷെ അത് ആവശ്യത്തിന് ഫുൾ ടൈം അതാവണം എന്നല്ല ഞാൻ പറയുന്നത്. വൈൻഡപ്പ് ചെയ്യട്ടെ, ഡിഫൻഡേഴ്സിനെ വൈൻഡപ്പ് ചെയ്യട്ടെ.
കാരണം അതാണ് വേർട്ടോങ്ങിന് ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർസണൽ മാച്ചിൽ കോസ്റ്റ സത്യം പറഞ്ഞാൽ നന്നായി കളിച്ചിരുന്നു. ആ ഇൻസിഡന്റ് വരെയും കോസ്റ്റ നന്നായി കളിച്ചിരുന്നു. ഇൻസിഡന്റിന് ശേഷവും ഡീസന്റ് ഗെയിം തന്നെയായിരുന്നു അത് കോസ്റ്റയ്ക്ക്. പക്ഷെ അത് കഴിഞ്ഞുള്ള മീഡിയ അറ്റാക്സ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സീസണില് കോസ്റ്റ ഫോം പിക്ക് ചെയ്ത് തുടങ്ങണു എന്ന് തോന്നിയ മാച്ചാണ് ആർസണൽ മാച്ച്. ആ മാച്ചിന് ശേഷം വന്ന മീഡിയ അറ്റാക്കാണ് ശരിക്കും കോസ്റ്റയുടെ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്നാലും എന്ന് പറഞ്ഞാൽ ഫോം അല്ല, കോസ്റ്റയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോ അത് കോസ്റ്റയെ എഫക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും കോസ്റ്റ ഇസ് എ ബിഗ് ഗെയിം പ്ലെയർ. അപ്പോ എനിക്ക് തോന്നുന്നത് ആള് സ്പേഴ്സിനെതിരെ ടേൺ അപ്പ് ചെയ്യും, നന്നായി പെർഫോം ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ നമുക്ക് അത് പ്രഡിക്ഷൻ ഒരു ഫൈനൽ ഓപ്റ്റിമിസ്റ്റിക് ആവണം ഈ ഒരു സിറ്റുവേഷനിൽ, എന്നാലും നമ്മൾ റിയലിസ്റ്റിക്കും ആവണം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ടഫ് പീരീഡിൽ ചെൽസിയുടെ കൂടെ നിന്ന് ഓപ്റ്റിമിസ്റ്റിക് ആവാനാണ് എനിക്ക് താല്പര്യം. അത് കാരണം ടോട്ടനം 1 ചെൽസി 3. ടോട്ടനം 1 ചെൽസി 3. പക്ഷെ ഞാൻ ഇന്ന് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് ചുമ്മാ നോക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ കണ്ടത് ലാസ്റ്റ് 6 games when we played at White Hart Lane നമ്മള് ഒരു കളിയിലേ ജയിച്ചിട്ടുള്ളൂ ഔട്ട് ഓഫ് 6. ബാഡ് റെക്കോർഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റാറ്റ് നമ്മൾ മറക്കാനും പാടില്ല. റീസെന്റ് നോട്ട് സച്ച് എ വെരി നൈസ് പ്ലേസ് ഫോർ us. പക്ഷേ ആ ഒരു സ്റ്റാറ്റ് ഞാനിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കാത്തത് നമ്മുടെ സിറ്റുവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കിപ്പോ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റാറ്റ് എല്ലാം പറഞ്ഞേ പറ്റൂ, ടൈറ്റിലും പറഞ്ഞേ പറ്റൂ, ടോപ്പ് 4 പറഞ്ഞേ പറ്റൂ. ദ ഓൺലി തിങ് വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ അവർ പെർഫോമൻസ്. അത് നമ്മൾ ചെയ്യും എന്ന് തന്നെയാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം. അപ്പോ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെൽസിയുടെ കൂടെ നിന്ന് തന്നെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഞാൻ പറയാം വി വിൽ വിൻ, നോ ഡൗട്ട്. അപ്പൊ നീ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു 3-1 അല്ലേ? 3-1 ചെൽസി വിൻ. ഓക്കെ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അത് തന്നെയാണ്. അത് നമുക്ക് ബാക്കിയുള്ള ഗെയിമിന് ശേഷം ഇത് കളി കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ നമുക്ക് ചെയ്യാം ഇതിന് ശേഷം. എന്തായാലും ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് നിന്റെ അതേപോലെ തന്നെ. പക്ഷെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കോസ്റ്റ വിൽ ടേൺ അപ്പ് ഡെഫിനറ്റ്ലി. അതാണ് ഇപ്പൊ ഞാൻ കുറച്ച് റൈവൽ ഫാൻസിനെ അടുത്ത് സംസാരിച്ചു. അവര് പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ കാര്യം ഇതാണ്, കോസ്റ്റ ഹാസ് ടു ടേൺ അപ്പ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അപ്പോ ഗുഡ് നൈറ്റ്. ഇന്നത്തെ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളിത് വീണ്ടും നമ്മൾ സ്പേഴ്സ് ഗെയിമിന് ശേഷം നമ്മൾ തുടരുന്നതാണ്, ഇതിന്റെ റിവ്യൂ ചെയ്യും. നമ്മൾ വിൽ ട്രൈ ടു ഗെറ്റ് മോർ പീപ്പിൾ ആസ് വെൽ. നമ്മൾ നോക്കാം എങ്ങനെ ഇത് പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് ബാലു. Keep the blue flag flying high. Keep the blue flag flying high.